ഹിസ്റ്ററി ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീധര മേനോൻ്റെ കേരള ചരിത്രത്തിൽ രണ്ടാമത്തെ ചാപ്റ്ററാണ് കേരള ചരിത്ര സാമഗ്രികൾ എന്നുള്ളത്. അതിൽ നമുക്ക് നോക്കാനുള്ളത് അറബികളുടെ വിവരണങ്ങളെക്കുറിച്ചാണ്. അറബികളായ സഞ്ചാരികളുടെയും ഭൂമിശാസ്ത്രന്മാരുടെയും വിവരണങ്ങൾ 9ാം ശതകം മുതലുള്ള കേരളത്തിൻ്റെ ചരിത്രം രചിക്കുന്നതിന് വളരെ പ്രയോജനകരമാണ്. കേരളത്തെക്കുറിച്ച് ആദ്യം എഴുതിയ അറബികളിലെ പ്രമുഖനാണ് സുലൈമാൻ എന്ന കച്ചവടക്കാരൻ. AD 851 അദ്ദേഹം AD 851 അദ്ദേഹം കേരളത്തിൽ വന്നതായിട്ട് വിശ്വസിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം കേരളത്തിൽ വന്നിട്ടില്ലെന്നും കേട്ടറിഞ്ഞ വിവരങ്ങൾ വെച്ചുകൊണ്ടാണ് കേരളത്തെക്കുറിച്ച് എഴുതിയെന്നും ചില ചരിത്രകാരന്മാർ വാദിക്കുന്നുണ്ട്. അക്കാലത്ത് കൊല്ലമായിരുന്നു തെക്കേ ഇന്ത്യയിലെ ഏറ്റവും മികച്ച തുറമുഖമെന്നും ചീന കപ്പലുകൾ പേർഷ്യയിൽ നിന്ന് മടക്കിയ യാത്രയിൽ കൊല്ലത്ത് മാത്രമേ അടുക്കാറുണ്ടായിരുന്നുവെന്നും അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. മറ്റൊരു മുസ്ലിം ലേഖകനായിട്ടുള്ള എബിൻ ഖുർദാദ്ബി മലബാർ തീരത്തെക്കുറിച്ചും ബഹട്ടനിൽ അതായത് വളപട്ടണത്തിൽ നിന്ന് സരൺ ദ്വീപിലേക്ക് അല്ലെങ്കിൽ സിലോണിലേക്ക് അരി കയറ്റുമതി ചെയ്തതിനെക്കുറിച്ചും പറയുന്നുണ്ട്. 10ാം ശതകത്തിലെ കേരളത്തെക്കുറിച്ച് എഴുതിയ അറബി ലേഖകന്മാരാണ് ഇബ്നുൽ ഫക്കി, ഇബിൻ ഡെസ്റ്റ, അബൂ സയ്ദ്, മസൂദി എന്നിവർ. ഇവരിൽ മസൂദി മാത്രമേ നേരിട്ട് കേരളത്തിൽ വന്നിട്ടുള്ളൂ. ഈ അറബി ലേഖകന്മാരിൽ ഏറെ പേരും സുലൈമാൻ്റെ വിവരണങ്ങൾ ആവർത്തിക്കുകയല്ലാതെ പുതിയ വിവരങ്ങളൊന്നും നൽകുന്നില്ല. മധ്യകാലങ്ങളിലെ പ്രസിദ്ധനായിട്ടുള്ള മറ്റൊരു മുസ്ലിം സഞ്ചാരിയാണ് അൽബറൂണി. പക്ഷേ അദ്ദേഹം കേരളത്തെക്കുറിച്ച് പറയത്തക്ക വിവരങ്ങളൊന്നും നൽകുന്നില്ല. ഇദ്രീസിയും യാക്കൂദും കേരളത്തിലെ സമുദ്രതീര നഗരങ്ങളെക്കുറിച്ചും ജനങ്ങളുടെ ജീവിത സമ്പ്രദായങ്ങളെക്കുറിച്ചും വിവരിക്കുന്നുണ്ട്. മറ്റൊരു അറബി സഞ്ചാരിയാണ് റഷീദുദ്ദീൻ. അദ്ദേഹം വടക്കേ മലബാറിലെ കോലത്തുനാടിൻ്റെ അന്നത്തെ അവസ്ഥയെക്കുറിച്ച് നൽകുന്ന വിവരങ്ങൾ വിലയേറിയവയാണ്. മറ്റുള്ളവരുടെ ഗ്രന്ഥങ്ങളെ ആസ്പദമാക്കി ഇന്ത്യയെക്കുറിച്ച് ഒരു വിവരം തയ്യാറാക്കിയ ഭൂമിശാസ്ത്രജ്ഞനായ അൽ കസ്വനി കൊല്ലത്തെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ നൽകുന്നുണ്ട്. മലബാറിനെ പറ്റി എഴുതിയിട്ടുള്ള മറ്റു 2 മുസ്ലിം ലേഖകന്മാരാണ് ദിമിഷ്കി, അബുൽ ഫിദ എന്നിവർ. 13ാം നൂറ്റാണ്ടിലെയും 14ാം നൂറ്റാണ്ടിലെയും കേരള ചരിത്രം രചിക്കുന്നതിന് അവരുടെ വിവരണങ്ങൾ സഹായകമാണ്. അവർ സൂചിപ്പിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ ഏഴിമലയ്ക്ക് പ്രത്യേകം പ്രാധാന്യമുണ്ട്. ഭൂഗോള സഞ്ചാരിയായ ആഫ്രിക്കക്കാരൻ ഇബിൻ ബത്തൂത്ത നൽകുന്ന വിവരണങ്ങൾ മേൽപ്പറഞ്ഞവയുടെ അഭിപ്രായങ്ങൾ ശരിവയ്ക്കുന്നുണ്ട്. ഇബിൻ ബത്തൂത്ത 6 തവണ കോഴിക്കോട് സന്ദർശിച്ചു. കോഴിക്കോട്ടെ തുറമുഖത്തെയും രാജാവിനെയും ജനങ്ങളെയും കുറിച്ച് രസകരമായ പല അറിവുകളും അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇബിൻ ബത്തൂത്ത കൊല്ലവും സന്ദർശിച്ചു. ഐശ്വര്യപൂർണമായ അങ്ങാടികളും സമ്പന്നരായ കച്ചവടക്കാരുമുള്ള കൊല്ലം കേരളത്തിലെ ഏറ്റവും നല്ല നഗരമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കുരുമുളക് കച്ചവടത്തെയും തുറമുഖത്തടുക്കുന്ന കൂറ്റൻ ചീന കപ്പലുകളെയും കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. മറ്റെല്ലാ അറബി ലേഖകന്മാരെക്കാളും കൂടുതൽ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ നോക്കിക്കാണുകയും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇബിൻ ബത്തൂത്ത. അതുകൊണ്ട് തന്നെ മുൻഗാമികളുടേതിനേക്കാൾ കൂടുതൽ സൂക്ഷ്മവും വിശ്വാസയോഗ്യവുമാണ് കേരളത്തെക്കുറിച്ച് അദ്ദേഹം നൽകുന്ന വിവരണങ്ങൾ. അറബി ലേഖകന്മാരിൽ അധികം പേരും കേട്ടുകേൾവിയെ മാത്രം അടിസ്ഥാനമാക്കി കേരളത്തിലെ ജീവിത സമ്പ്രദായങ്ങളെപ്പറ്റി അവിശ്വസനീയമായ കഥകൾ എഴുതി പിടിപ്പിച്ചതായതുകൊണ്ട് അവരുടെ അഭിപ്രായ പ്രകടനങ്ങളെ നിഷ്കൃഷ്ടമായി പരിശോധിച്ചിട്ട് മാത്രമേ ചരിത്രകാരന്മാരത് സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ അറബികളുടെ വിവരണങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. അറബികളായ സഞ്ചാരികളുടെയും ഭൂമിശാസ്ത്രജ്ഞന്മാരുടെയും വിവരണങ്ങൾ 9ാം ശതകം മുതലുള്ള കേരളത്തിൻ്റെ ചരിത്രം രചിക്കുന്നതിൽ വളരെ പ്രയോജനകരമാണ്. കേരളത്തെക്കുറിച്ച് ആദ്യം എഴുതിയ അറബികളിലെ പ്രമുഖനാണ് സുലൈമാൻ എന്ന കച്ചവടക്കാരൻ. AD 851 അദ്ദേഹം കേരളത്തിൽ വന്നതായിട്ട് വിശ്വസിക്കപ്പെടുന്നുണ്ട്. അദ്ദേഹം കേരളത്തിൽ വന്നിട്ടില്ലെന്നും കേട്ടറിഞ്ഞ വിവരങ്ങൾ വെച്ചുകൊണ്ടാണ് കേരളത്തെക്കുറിച്ച് എഴുതിയെന്നും പറയുന്നുണ്ട്. അക്കാലത്ത് കൊല്ലമായിരുന്നു തെക്കേ ഇന്ത്യയിലെ ഏറ്റവും മികച്ച തുറമുഖമെന്നും ചീന കപ്പലുകൾ പേർഷ്യയിൽ നിന്ന് മടക്കിയ യാത്രയിൽ കൊല്ലത്ത് മാത്രമേ അടുക്കാറുണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മറ്റൊരു മുസ്ലിം ലേഖകനായ ഇബിൻ ഖുർദാദ്ബി മലബാർ തീരത്തെക്കുറിച്ചും ബഹട്ടനിൽ നിന്നും സരൺ ദ്വീപിലേക്ക് അല്ലെങ്കിൽ സിലോണിലേക്ക് അരി കയറ്റുമതി ചെയ്യുന്നതിനെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. 10ാം ശതകത്തിൽ കേരളത്തെ പറ്റി എഴുതിയിട്ടുള്ള അറബി ലേഖകന്മാരാണ് ഇബ്നുൽ ഫക്കി, ഇബിൻ ഡെസ്റ്റ, അബൂ സയ്ദ്, മസൂദി എന്നിവർ. ഇവരിൽ മസൂദി മാത്രമേ നേരിട്ട് കേരളത്തിൽ വന്നിട്ടുള്ളൂ.
ഈ അറബി ലേഖന്മാരിലെ ഏറെ പേരും സുലൈമാൻ്റെ വിവരണങ്ങൾ ആവർത്തിക്കുകയല്ലാതെ പുതിയ വിവരങ്ങളൊന്നും അവർ നൽകിയിട്ടില്ല. മധ്യകാലത്തെ പ്രസിദ്ധനായ മറ്റൊരു മുസ്ലിം സഞ്ചാരിയാണ് അൽബിറൂനി. പക്ഷേ അദ്ദേഹം കേരളത്തെക്കുറിച്ച് പറയത്തക്ക വിവരങ്ങളൊന്നും നൽകുന്നില്ല. ഇദ്രീസിയും യാക്കൂദും കേരളത്തിലെ സമുദ്രതീര നഗരങ്ങളെക്കുറിച്ച്, ജനങ്ങളുടെ ജീവിത സമ്പ്രദായങ്ങളെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. മറ്റൊരു അറബി സഞ്ചാരിയാണ് റഷീദുദ്ദീൻ. അദ്ദേഹം വടക്കേ മലബാറിലെ കോലത്തുനാടിൻ്റെ അന്നത്തെ അവസ്ഥയെക്കുറിച്ച് നൽകുന്ന വിവരണങ്ങൾ വിലയേറിയതാണ്. മറ്റുള്ളവരുടെ ഗ്രന്ഥങ്ങളെ ആസ്പദമാക്കി ഇന്ത്യയെക്കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കിയ ഭൂമിശാസ്ത്രകാരനായ അൽ കസ്വിനി കൊല്ലത്തെക്കുറിച്ച് ചില വിവരങ്ങൾ നൽകുന്നുണ്ട്. മലബാറിനെ പറ്റി എഴുതിയിട്ടുള്ള മറ്റു 2 മുസ്ലിം ലേഖകന്മാരാണ് ദിമിഷ്കി, അബുൽ ഫിദ എന്നിവർ. 13-ാം നൂറ്റാണ്ടിലെയും 14-ാം നൂറ്റാണ്ടിലെയും കേരള ചരിത്രം രചിക്കുന്നതിന് അവരുടെ വിവരങ്ങൾ സഹായകമാണ്. അവർ സൂചിപ്പിച്ചിട്ടുള്ള സ്ഥലങ്ങളിലെ ഏഴിമലയ്ക്ക് പ്രത്യേകം പ്രാധാന്യമുണ്ട്. ഭൂഗോള സഞ്ചാരിയായ ആഫ്രിക്കക്കാരൻ ഇബിൻ ബത്തൂത്ത നൽകുന്ന വിവരണങ്ങൾ മേൽപ്പറഞ്ഞവയുടെ അഭിപ്രായങ്ങൾ ശരിവെക്കുന്നുണ്ട്. ഇബിൻ ബത്തൂത്ത 6 തവണ കോഴിക്കോട് സന്ദർശിച്ചു. കോഴിക്കോട്ടെ തുറമുഖത്തെയും രാജാവിനെയും ജനങ്ങളെയും കുറിച്ചുള്ള രസകരമായിട്ടുള്ള പല അറിവുകളും അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇബിൻ ബത്തൂത്ത കൊല്ലവും സന്ദർശിച്ചു. ഐശ്വര്യപൂർവ്വമായ അങ്ങാടികളും സമ്പന്നരായ കച്ചവടക്കാരുമുള്ള കൊല്ലം കേരളത്തിലെ ഏറ്റവും നല്ല നഗരമാണ്. അവിടുത്തെ കുരുമുളക് കച്ചവടത്തെയും തുറമുഖത്തടുക്കുന്ന കൂറ്റൻ ചീന കപ്പലുകളെയും കുറിച്ച് അദ്ദേഹം പ്രത്യേകം പ്രസ്താവിക്കുന്നുണ്ട്. മറ്റ് എല്ലാ അറബി ലേഖകന്മാരെക്കാളും കൂടുതൽ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ നോക്കിക്കാണുകയും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇബിൻ ബത്തൂത്ത. അതുകൊണ്ട് തന്നെ മുൻഗാമികളുടേതിനേക്കാൾ കൂടുതൽ സൂക്ഷ്മവും വിശ്വാസയോഗ്യവുമാണ് കേരളത്തെക്കുറിച്ച് അദ്ദേഹം നൽകുന്ന വിവരണങ്ങൾ. അറബി ലേഖകന്മാരിൽ അധികം പേരും കേട്ടുകേൾവിയെ മാത്രം അടിസ്ഥാനമാക്കി കേരളത്തിലെ ജീവിത സമ്പ്രദായങ്ങളെപ്പറ്റി അവിശ്വസനീയമായ കഥകൾ എഴുതിപ്പിടിപ്പിച്ചവരായതുകൊണ്ട് അവരുടെ അഭിപ്രായ പ്രകടനങ്ങളെ നിഷ്കൃഷ്ടമായി പരിശോധിച്ചിട്ട് മാത്രമേ ചരിത്രകാരന് സ്വീകരിക്കാവൂ. ഇത്രയാണ് നമുക്ക് അറബികളുടെ വിവരണങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. ഇനി യൂറോപ്യൻ സഞ്ചാരികളുടെ വിവരണങ്ങൾ, അവരുടെ സഞ്ചാരക്കുറിപ്പുകളെക്കുറിച്ച് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.